നന്ദചേട്ടാ, യൂണിവേഴ്സിറ്റിയിലെ SFIന്റെ യൂണിറ്റ് പിരിച്ചുവിട്ടത് നമ്മൾ അറിഞ്ഞു. അത് നേതാക്കൾ നേരിട്ടിട്ടാണ് SFIനെ പിരിച്ചുവിട്ടത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നിരുന്നാലും എന്റെ ചോദ്യം ഇതാണ്, SFI ഇങ്ങനെ പിരിച്ചുവിട്ടിട്ട് അവര് നന്നാവോ? അതൊരു പ്രധാന ചോദ്യമാണ്. ഈ യൂണിറ്റ് പിരിച്ചുവിട്ടത് കൊണ്ട് SFI നന്നാവുമോ എന്ന് ചോദിച്ചാൽ നന്നാവില്ല എന്ന് ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയും. കാരണം ഇത് ആദ്യത്തെ പരിപാടിയല്ല. ഇതിനു മുമ്പും SFIയുടെ യൂണിറ്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ പിരിച്ചുവിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ യൂണിറ്റ് ഉണ്ടാക്കാൻ ചില നിയന്ത്രണങ്ങളൊക്കെ പാർട്ടി തന്നെ കൊണ്ടുവന്നു. പക്ഷെ പിന്നീട് യൂണിറ്റ് ഉണ്ടാക്കുന്നു. അവിടെ യൂണിയൻ ഓഫീസ് എന്നുള്ളൊരു സാധനം വേണ്ട എന്ന് പാർട്ടി സഖാക്കളോട് പിന്നെ SFIക്കാരോട് പറഞ്ഞു. യൂണിയൻ ഓഫീസ് എന്ന് പറയുന്ന ഇടിമുറിയാണെന്നാണ് പൊതുവിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ പോലും പറയുന്നത്. ഒരിക്കൽ നമ്മൾ ഒരു പ്രത്യേകത ഓർമ്മയുണ്ടായിരിക്കും. ട്രിവാൻഡ്രത്ത് അന്ന് ഉണ്ടായിരുന്നുവെങ്കിലും ഓർമ്മയുണ്ട്. ഞങ്ങൾക്കെല്ലാം തിരുവനന്തപുരത്ത് ഞങ്ങൾക്കറിയാം. അതായത് അവിടെ അഖിലം എന്ന് പറയുന്ന ഒരു SFIക്കാരനെ അവിടെ കുത്തി വീഴ്ത്തി. അവിടെ SFIക്കാരെ തന്നെ കുത്തി. SFIയുടെ ഒരു നേതാവ് തന്നെ SFIയുടെ അവിടുത്തെ ഒരു പ്രധാന നേതാവായ അഖിലിനെ കുത്തി വീഴ്ത്തി. പാർട്ടി ഈ SFIയിലുള്ളവർ തന്നെ പരസ്പരം അടിച്ചു. അത് സംഭവിച്ചു അവിടെ. അങ്ങനെ അയാളെ കുത്തി വീഴ്ത്തി വലിയ വാർത്തയായി, വലിയ വിഷയമായി. അപ്പൊ അന്ന് അവിടുത്തെ SFIക്കാർ തന്നെ പുറത്ത് സമരവുമായിട്ട് രംഗത്ത് വന്നു. ഒരു പ്രകടനം നടത്തി. പിന്നെ അവിടെ മെയിൻ റോഡിൽ, നമ്മുടെ സ്റ്റാച്യു റോഡിൽ അവർ പ്രകടനം നടത്തിയപ്പോൾ അവർ പറഞ്ഞത് SFI എന്ന് പറയുന്ന കൊണ്ട് ഞങ്ങൾ സഹിക്കാതായിരിക്കുന്നു. യൂണിറ്റിൽ ഞങ്ങൾക്ക് ഈ SFI യൂണിറ്റ് വേണ്ട, മാന്യമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മതി, ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാതായിരിക്കുന്നു, ഒട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് SFIക്കെതിരെയാണ് SFIക്കാർ വിദ്യാർത്ഥികൾ മുഴുവൻ. അതിന് SFIക്കാരെന്ന് മാത്രം പറയാൻ നോക്കില്ല, യൂണിവേഴ്സിറ്റി കോളേജിലെ സർവ്വ വിദ്യാർത്ഥികളും ആ സമരത്തിൽ പങ്കെടുത്തു. SFI യൂണിറ്റ് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അവിടെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നത്. അവിടെ ഇടിമുറി, അന്ന് അവരാണ് പറഞ്ഞത് അവിടെ യൂണിയൻ ഓഫീസ് എന്ന് പറയുന്നത് ഇടിമുറിയാണ്. ഞങ്ങളെ പല വിദ്യാർത്ഥികളെയും ചില SFI നേതാക്കന്മാർക്ക് ഇഷ്ടമില്ലാത്തതും അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ റാഗിങ് ടൈപ്പിലുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ നേരെ യൂണിയൻ ഓഫീസിൽ കൊണ്ടുപോകും, SFIയുടെ ഓഫീസിൽ കൊണ്ട് അവിടെ കൊണ്ട് ഇടിച്ച് പരുവാക്കും. ഇതൊരു ഇടിമുറിയാണ്. അപ്പോൾ ഇതൊക്കെ അവർ അന്ന് പിന്നെ പുറത്ത് പറയുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് അവിടെ. പക്ഷെ വീണ്ടും അത് വന്നു. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഒരു വികലാംഗനെ അല്ലേ, മുഹമ്മദ് അനസ് എന്ന് പറയുന്നത്, അയാളുടെ സുഹൃത്തായ ഒരു അൽത്താഫ് അല്ലേ. അപ്പൊ അത് പിന്നെ അതാണ് ഇപ്പൊ വീണ്ടും പിരിച്ചുവിടാൻ. അപ്പൊ CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേരിട്ട് ഇടപെട്ട് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അവരുടെ തീരുമാനം അനുസരിച്ച് പിരിച്ചുവിട്ടു. പക്ഷെ അതുകൊണ്ട് നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ അവിടെ ഉത്തരം അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഒരിക്കൽ ഒരു ശുദ്ധീകരിക്കാൻ നടന്നില്ല, രണ്ടാമത് വീണ്ടും ശുദ്ധീകരിക്കാൻ നടന്നിട്ടില്ല, ഇനി മൂന്നാമതും അതുപോലെ ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല, ഇത് നന്നാവില്ല എന്ന ഒരവസ്ഥ. കാരണം എന്നെ തല്ലണ്ടമ്മാവാ ഞാൻ നന്നാവില്ല എന്ന് പറയുന്നത് പോലെ അല്ലേ, അതുപോലത്തെ ആണ് SFI എന്ന് പറയുന്നത്. മാത്രമല്ല SFIയുടെ ഒരു ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരുതരം ഫാസിസ്റ്റ് രീതിയാണ്. ഫാസിസം എന്ന് പറയുന്നത് അവര് മാത്രം വേണം. ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടി ഫാസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അല്ല. ഈ മാർക്സിസ്റ്റ് പാർട്ടി ഫാസിസ്റ്റ് പാർട്ടിയായി മാറി എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും ഫാസിസ്റ്റ് രീതിയാണ് SFIക്ക്. അവരുടെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, ഇതാണ് അവരുടെ മുദ്രാവാക്യം. പക്ഷെ അത് കൊടിയിൽ മാത്രമായി അല്ലേ, അതാണ് കറക്റ്റ്. കൊടിയിൽ മാത്രമായിട്ട് ചുരുക്കി അവര് തന്നെ സ്വയം ചുരുക്കിയിട്ട് അവര് സ്വാതന്ത്ര്യവും ഇല്ല, ജനാധിപത്യവും ഇല്ല, സോഷ്യലിസവും ഇല്ല. ഞങ്ങൾ കുറെ പിന്നെ എന്ത് പറയാം, ഗൂണ്ട ക്രിമിനൽ മനോഭാവമുള്ള ഞങ്ങൾ കുറെ പറയുന്നത് അത് തന്നെയാണ് നടപ്പിലാക്കേണ്ടതെന്നുള്ള തരത്തിൽ അവർ മാറി. എന്തായാലും ഈ പിന്നെ ഒരുപാട് ചരിത്രം, അപ്പൊ യൂണിവേഴ്സിറ്റി കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ള ഒരുപാട് ചരിത്രമുണ്ട്. ഈ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ ഏകദേശം ഒരു 100-200ഓളം കുട്ടികൾ അവിടെയാണ്, അത് നമ്മൾ എടുത്തു പറയേണ്ടത്. ഒരു 100-200-ലധികം കുട്ടികൾ ഇതിനിടയ്ക്ക് SFIക്കാരുടെ ഈ പീഡനം സഹിക്കാൻ വയ്യാതെ പഠനം നിർത്തിപ്പോയിട്ടുണ്ട്. അതറിയാലല്ലേ. പല കുട്ടി, ഒരു പെൺകുട്ടി, ഒരു പാവപ്പെട്ട പെൺകുട്ടി ഇവിടെ വന്ന് പഠിക്കാൻ വന്നിട്ട് അവസാനം ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഞാൻ ഇനി പഠിക്കുന്നില്ല എന്ന് ഇറങ്ങിപ്പോയി. അന്നൊന്നും ഈ ഒന്നും തോന്നിയിട്ടില്ല. 100-200 പേരോളം കുട്ടികൾ ഞങ്ങൾക്ക് ഇനി പഠിക്കാൻ പോയ, ഞങ്ങൾ ഇനി യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് പഠനം കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോയ ആളുണ്ട്. മാത്രമല്ല ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ SFI ഗൂണ്ടാ പ്രവർത്തനത്തിന് സജീവമായി നിൽക്കുന്ന ഒരു യൂണിറ്റാണ് യൂണിവേഴ്സിറ്റി കോളേജ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് CPMന്റെ പ്രധാന നേതാക്കളെല്ലാം എപ്പോഴും തിരുവനന്തപുരത്തുണ്ട്. അവര് അതിന്റെ തൊട്ടടുത്താണ് AK സെന്റർ. AK സെന്ററിൽ നിന്ന് അവര് എന്തെങ്കിലും വിഷയം ഓടി ഇങ്ങ് വരും. എന്നിട്ട് പിള്ളേരെ സർവ്വവിധ പിന്തുണയും കൊടുക്കും, പിള്ളേരെ അങ്ങ് ഒത്താശ കൊടുക്കും.
അവിടെ പിന്നെ എന്തെങ്കിലും അക്രമം കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ പ്രിൻസിപ്പൾ എന്തെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ, കോളേജിൽ ഈ പിള്ളേർ കാണിക്കുന്ന കുഴപ്പങ്ങൾക്കെതിരെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ പോലീസോ ഇടപെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ നേതാക്കൾ ഇറങ്ങി വരും. വന്നിട്ട് ആര് പറഞ്ഞു ഞങ്ങളുടെ പിള്ളേരെ തല്ലാൻ, ആര് പറഞ്ഞു പിള്ളേർക്കെതിരെ നടപടിയെടുക്കാൻ, മര്യാദയ്ക്ക് സസ്പെൻഡ് ചെയ്ത കുട്ടികളെ നാളെ തന്നെ സസ്പെൻഡ് പിൻവലിച്ച് കോളേജിൽ കയറ്റിക്കൊള്ളണം എന്ന് പറഞ്ഞൊക്കെ ഭീഷണിപ്പെടുത്തും ഈ നേതാക്കന്മാർ. അപ്പൊ ഇതൊക്കെ കണ്ടാണ് ഈ യവന്മാർ വളരുന്നത്. അപ്പൊ യവന്മാരെ വിചാരം എന്നറിയാം, എന്ത് തെമ്മാടിത്തരവും കാണിക്കാം, എന്ത് വൃത്തികേടും കാണിക്കാം, നമുക്ക് എല്ലാ ഒത്താശയും ചെയ്യാൻ പുറകെ നേതാക്കന്മാരുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു വിശ്വാസമാണ് അല്ലെ യവന്മാരെ കൊണ്ട്, ഈ പിള്ളേരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് ഇപ്പൊ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു ഗൂണ്ട, ഈ അടുത്ത കാലത്തൊരു വാർത്ത വന്നൊരു ഗൂണ്ടയുണ്ട്, പേര് ഓർമ്മയുണ്ടോ? ഇപ്പൊ നമ്മുടെ വലിയൊരു പിന്നെ DJ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം വരികയും ഒരു അടിപിടി ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ഒരു ഓം പ്രകാശ്. അപ്പൊ എന്തായാലും ഈ ഓം പ്രകാശ് എന്ന് പറയുന്ന ഒരു ഗൂണ്ട ഇപ്പൊ തിരുവനന്തപുരത്ത്, കൊച്ചിയിലൊരിക്കൽ പിന്നെ പ്രേക മാറ്റനും അതുപോലെ ശ്രീനാഥ് ബാസിയൊക്കെ ബന്ധപ്പെട്ട അല്ലെ ഒരു വിഷയം ഉണ്ടായതും അവര് പിന്നെ അവിടെ ഇയാളിൽ നിന്നും ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വന്നത് പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ, നമുക്കറിയാം. അതവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ തിരുവനന്തപുരത്ത് 2 ദിവസം മുമ്പ് വലിയൊരു വിഷയം ഉണ്ടായി. ഈ ഓം പ്രകാശുമായി ബന്ധപ്പെട്ട് ഒരു അടിപിടി ബഹളം, ഒരു ഗ്യാങ്സ്റ്ററുകൾ അവിടെ നടന്നു, ഈ ഗൂണ്ടകൾ തമ്മിലടി നടന്നു. പക്ഷേ ഈ നമ്മുടെ ഈ ഓം പ്രകാശ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ മിടുക്കൻ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ നല്ല സ്കൂളിലും കോളേജിലും ഒക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന പയ്യനാണ്. പക്ഷെ അവൻ ഇവിടെ SFI ആയി, SFIയുടെ വലിയ നേതാവായി, പാർട്ടിക്കാരുടെ എല്ലാം പിന്തുണ കിട്ടി. അവൻ യൂണിവേഴ്സിറ്റി കോളേജ് അവൻ്റെ ഒരു ഗൂണ്ടാ പ്രവർത്തനത്തിൻ്റെ പ്രധാന പരിശീലന കേന്ദ്രമായിട്ട് മാറി, കളരിയായിട്ട് മാറുന്നു. അവിടെ നിന്ന് അവൻ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഗൂണ്ടയായിട്ട് വളരുകയും ചെയ്തു. ഇന്ന് കേരള ഗവൺമെൻറ് തലവേദന സൃഷ്ടിക്കുന്ന ഒരു വലിയൊരു ഗൂണ്ടയാണ് ഓം പ്രകാശ്. അത് ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ അതും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ നമുക്ക് പറയാൻ പറ്റില്ല, യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റിൻ്റെ പ്രോഡക്റ്റാണ്. ഇതാണ് നമ്മൾ സംഭവിച്ചിരുന്നത്. ഇത് ഇനി എന്ന് നന്നാകും? ഒരു പിരിച്ചു വിട്ടത് കൊണ്ട് ശരിയാവുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല.